Hello students, നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Show that in a conic the semi-latus rectum is a harmonic mean between the segments of a focal chord. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. പരാബോളയുടെ സെമി-ലാറ്റസ് റെക്റ്റം എന്താണ് എന്നറിയണം. അല്ല, പരാബോള അല്ല, കോണിക്. പരാബോള എലിപ്സ് ഹൈപ്പർബോള എന്താണല്ലോ. പിന്നെ എന്താ അറിയാനുള്ളത്? ഹാർമോണിക് മീൻ എന്താണ് എന്നറിയണം. സെമി-ലാറ്റസ് റെക്റ്റം ഓഫ് എ കോണിക് എന്താണ് എന്നറിയണം. ഹാർമോണിക് മീൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ ഫോക്കൽ കോഡ് എന്താണ് എന്നറിയണം. നമുക്ക് കോണിക്ക് ആൻസറിലേക്ക് പോകാം. കോണിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ലെറ്റ് ദിസ് ബി ദ ഫോക്കസ് എസ് ഓഫ് ദ കോണിക് ആൻഡ് വി അസ്യൂം ദാറ്റ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനാണ് ആക്സിസ് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ നമ്മുടെ ആക്സിസ് ഓഫ് ദ കോണിക് ഏകദേശം ഇങ്ങനെ ഇരിക്കും. Then semi-lattice rectum. Lattice rectum will be a line perpendicular to the axis passing through the focus. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനാണ് ലാറ്റസ് റെക്റ്റം. അതിനെ എൽ ഡാഷ് എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യും. സെമി ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ലാറ്റസ് റെക്റ്റത്തിന്റെ ലെന്ത് 2L ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. ഇപ്പൊ സെമി ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ലെന്താണ്, അത് ഡിസ്റ്റൻസ് L ആണ് എന്നാണ് അസംഷൻ. സെമി ലാറ്റസ് റെക്റ്റം മനസ്സിലായല്ലോ. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ്ട്രീമിറ്റീസ് കോണിക്കിൽ കിടക്കുന്ന ലൈനാണ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന. ഫോക്കസും ഒറിജിനും എല്ലാം സെയിം ആണ് നമ്മുടെ ഡെറിവേഷനിൽ. അപ്പോൾ ആ ലൈനാണ് ലാറ്റസ് റെക്റ്റം. സെമി ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എൽ ഡാഷിന്റെ പകുതി ലെന്ത് L. Focal chord, a chord passing through the focus. L dash is always a focal chord. അപ്പോൾ വേറെയും ഫോക്കൽ കോഡ്സ് ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ വേറൊരു ഫോക്കൽ കോഡ് വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ ഫോക്കൽ കോഡ് ഓഫ് ദ കോണിക്. ഇത് ഒരു ഫോക്കൽ കോഡാണ്. അപ്പോൾ ഈ പോയിന്റ് പി ആണ്. പി ആണെങ്കിൽ ഇത് എസ്. അപ്പോൾ ഇവിടുത്തെ ആ പോയിന്റിലെ പോളാർ കോർഡിനേറ്റ്സ് എഴുതിയാൽ, ഈ പോയിന്റ് പി എസ് പിയുടെ പോളാർ കോർഡിനേറ്റ്സ് എഴുതിയാൽ, അല്ല എസ് പിയിലെ പോയിന്റ് പിയുടെ പോളാർ കോർഡിനേറ്റ്സ് എഴുതിയാൽ ഫോക്കസിൽ നിന്ന് അല്ലെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എസ് പി, ആറിന് പകരം അതാണ് എസ് പി ആണ്. ദെൻ ആംഗിൾ, ഈ ആംഗിൾ ആൽഫ എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ എസ് പി ആൽഫ, ആംഗിൾ അറിയത്തില്ല, ആംഗിൾ എന്ത് വേണമെങ്കിലും ആകാം, അപ്പൊ ആൽഫ എന്ന് അസ്യൂം ചെയ്യാം. ദെൻ ദിസ് പോയിന്റ് ക്യൂ, അതിന്റെ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത് എസ് ക്യൂ ആണ് എന്ന് ഷുവർ ആണ്. ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ പോയിന്റ് ക്യൂ ആണ്, ഈ കാണുന്ന പോയിന്റ് ക്യൂ. പോയിന്റിലെ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് എസ് ക്യൂ. ആൻഡ് ആംഗിൾ ആൽഫ കഴിഞ്ഞ് പിന്നെ ഫോക്കസിൽ കൂടെ ഒക്കെ ഉള്ള ലൈനാണ്. അപ്പൊ ഇത് ഒരു പൈ ആംഗിളും കൂടെ, ഈ ആൽഫയും പിന്നെ ഇത്രയും ഡിസ്റ്റൻസ്, അതൊരു പൈ ഡിസ്റ്റൻസ് ആയിരിക്കും. ചിലപ്പോൾ പൈ പ്ലസ് ആൽഫ വിൽ ബി, ആൽഫ കൂടാതെ ഒരു പൈ ഡിസ്റ്റൻസും കൂടെ ആംഗിളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പൈ പ്ലസ് ആൽഫ ആയിരിക്കും അവിടുത്തെ ആംഗിൾ വാല്യൂ. നൗ ദീസ് പോയിന്റ്സ് പി ക്യൂ ആർ പോയിന്റ്സ് ഓഫ് ദ കോണിക്. L by R equal to 1 plus E cos theta is the equation of the conic, and the point SP alpha is a point of the conic. P and Q are extremities of a focal. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ്ട്രീമിറ്റീസ് കോണിക്കിലുള്ള. അപ്പോൾ എസ് പി ആൽഫ പോയിന്റ് ആണെങ്കിൽ എൽ ബൈ ആറിന് പകരം എസ് പി കൊടുക്കാം. എൽ ബൈ എസ് പി ഈക്വൽ ടു 1 പ്ലസ് ഇ കോസ്, അവിടുത്തെ ആംഗിൾ തന്നെ ആൽഫ. അതുപോലെ എസ് ക്യൂ പൈ പ്ലസ് ആൽഫ വിൽ ബി എ point of the conic, and you can write L by SQ equal to 1 plus E cos ആൽഫയ്ക്ക് പകരം പൈ പ്ലസ് ആൽഫ എന്ന് പറയാം. ഇനി കോസ് പൈ പ്ലസ് ആൽഫ കണ്ടുപിടിക്കാൻ അറിയാലോ, നിങ്ങൾക്ക് കൺവേർഷൻ റൂൾസ് അറിയാമെന്ന് വിചാരിക്കുന്നു. 90 ഡിഗ്രി 270 ഡിഗ്രി, അതിന് രണ്ടിനും സൈൻ കോസ് ആയിട്ട് മാറും, കോസ് സൈൻ ആയിട്ട് മാറും. 180 to 360 ചേഞ്ച് ഇല്ല. സൈൻ ആയിട്ട് തന്നെ നിൽക്കും, കോസ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ അറിയാനുള്ളത് ഓരോ ആംഗിളിലും ഓരോ ക്വാഡ്രന്റിലും ആംഗിളിന്റെ ട്രിഗ്നോമെട്രിക് വാല്യൂസിന്റെ സൈൻ ആണ്. ഇവിടെ എല്ലാം സൈന് കോസ് ടാന് എല്ലാം
പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സൈൻ മാത്രം പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ ടാൻ മാത്രം പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ കോസ് മാത്രം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? കോസ് പൈ പ്ലസ് ആൽഫ. കോസ് പൈ പ്ലസ് ആൽഫയാണ് വേണ്ടത്. ദാറ്റ് മീൻസ് കോസ് 180 പ്ലസ് ആൽഫ. 180 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കാം. 180 പ്ലസ് ആൽഫ. അവിടെയാണെങ്കിൽ കോസ് നെഗറ്റീവ് ആണ്. കോസ് നെഗറ്റീവ് ആണ്. ബേസിക് ആംഗിൾ ഈസ് കോസ്. അപ്പോൾ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ചേഞ്ച് ഉണ്ടായോ? 180 പ്ലസ് എന്ന്. അപ്പോൾ ചേഞ്ച് ഉണ്ടായില്ല. കോസ് കോസ് ആയിട്ട് തന്നെ നിൽക്കും. കോസ് ആൽഫ പൈ പ്ലസ് ആൽഫ. 180 പ്ലസ് ആൽഫ ഇവിടെ അടക്കും. പ്ലസ് ആൽഫ ഇവിടെ എവിടെയാണ്. അപ്പോൾ മൈനസ് കോസ് ആൽഫ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എൽ ബൈ എസ് ക്യൂ ഈക്വൽ ടു 1 കോസ് പൈ പ്ലസ് ആൽഫ മൈനസ് കോസ് ആൽഫ. 1 മൈനസ് ഈ കോസ് ആൽഫ എന്ന് ഇതിനെ എഴുതാം. If you sum these two equations, this is equation number 1 and this is equation number 2. 1 plus 2 will give L by SQ, L by SP plus L by SQ equal to, right? ശരിയാ സംജീവ് കാണിക്കുന്നുണ്ടല്ലോ. ഈ കോസ് ആൽഫ മൈനസ് ഈ കോസ് ആൽഫ ക്യാൻസൽസ് ആൻഡ് യു ഗെറ്റ് 2. ഇനി സെമി ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു L ഈക്വൽ ടു എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. 2 ഡിവൈഡഡ് ബൈ L equal to 2 divided by 1 by SP plus 1 by SQ. ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതണമെങ്കിൽ ഇതാണ് L. This means L into 1 by SP plus 1 by SQ equal to 2. അതിൽ നിന്ന് L equal to 2 by 1 by SP plus 1 by SQ ആയില്ലേ? സെമി ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു ഇത് ഹാർമോണിക് മീൻ ബിറ്റ്വീൻ SP ആൻഡ് SQ. എയുടെയും ബിയുടെയും ഹാർമോണിക് മീൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എയുടെയും ബിയുടെയും ഹാർമോണിക് മീൻ. ഇത് രണ്ടുപേരാണ് ഉള്ളത്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ അരിത്മെറ്റിക് മീൻ പറയുമ്പോൾ സം ഓഫ് ദ values divided by number of the values. Here the number of the values divided by sum of the reciprocals of the values. 1 by a plus 1 by b ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ അതുപോലെ ഹാർമോണിക് മീൻ ബിറ്റ്വീൻ ദ സെഗ്മെന്റ്സ് ഓഫ് ദ ഫോക്കൽ കോഡ്. ഫോക്കൽ കോഡ് PSQ. This is the focal chord. Segments of the focal chord means splitted by the focus. SP and SQ are the segments of the focal chord. Harmonic mean between the segments of the focal chord is RHS obtained 2 by 1 by SP plus 1 by SQ. This is equal to L nanum kittirikkunna equal to the semi-lattice rectum. Semi-lattice rectum of the conic equal to harmonic mean between the segments of a focal chord. ലാറ്റസ് റെക്റ്റം അറിയണം, ഹാർമോണിക് മീൻ എന്താണെന്ന് അറിയണം, ഫോക്കൽ കോഡ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ്ട്രീമിറ്റീസ് കോണിക്കിലുള്ള ലൈൻ ഫോക്കൽ കോഡ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പ്രോബ്ലംസ് ഇത്രയ്ക്കൊക്കെ പ്രയാസമേ ഉള്ളൂ, ഇതിൽ കൂടുതൽ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പോളാറാണ് എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കരുത്, പോളാറിന്റെ പ്രോബ്ലംസ് ആണ് എന്ന് വിചാരിച്ച് വിഷമം വിചാരിക്കരുത്. വളരെ എളുപ്പം ചെയ്യാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്ത് ഞാനിടാം. താങ്ക് യു.